അയ്യപ്പൻകോവിൽ മുരിക്കാട്ടുകുടി റോഡ് സാമൂഹ്യ വിരുദ്ധരുടെ പിടിയിൽ. റോഡിന്റെ വശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. റോഡിന്റെ താഴ്വശത്തുകൂടി ഒഴുകുന്ന തോടിന്റെ ഭാഗത്തായാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത്. അയ്യപ്പൻകോവിൽ മുരിക്കാട്ടുകുടി റോഡിന്റെ താഴ്ഭാഗങ്ങളിലേക്കാണ് മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുന്നത്. വനത്തിലായാണ് മാലിന്യ നിക്ഷേപം ഉണ്ടായിരിക്കുന്നത്. കട്ടപ്പന കോവിൽമാല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ പുരാതന അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിലേക്ക് യാത്ര പോകുന്ന റോഡിന്റെ വശത്താണ് വൻതോതിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും ഭക്ഷ്യമാംസാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവുമാണ് ചാക്കിക്കട്ടിയും അല്ലാതെയും ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇടുക്കി ഡാമിൽ പതിക്കുന്ന തോടിന് സമീപത്തുള്ള മരങ്ങൾക്കിടയിലാണ് മാലിന്യ നിക്ഷേപം. മാലിന്യത്തിൽ നിന്നുയരുന്ന ദുർഗന്ധം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. ഈ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ കട്ടപ്പന ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ഈ മുരിക്കാട്ടുകുടി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അത് കൂടെയാണ് കടന്നു വരുന്നത്. ആ റോഡിൻ്റെ രണ്ട് സൈഡിലും കംപ്ലീറ്റ് വേസ്റ്റുകൾ, മാട്ടുകെട്ട, മേരുവളം അങ്ങനെയുള്ള സർവ്വപ്രദേശത്തുനിന്നുള്ള വേസ്റ്റുകൾ മൊത്തം കൊണ്ടു നടന്ന വഴിയിലാണ്. അവർ അടിയന്തരമായിട്ട് അതിന് വേണ്ട അധികാരികളായിട്ട് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ ടൂറിസ്റ്റുകൾ കടന്നു വരുന്ന ക്ഷേത്രത്തിലേക്ക് വരുന്ന ആൾക്കാർ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു മലനമാക്കുന്ന ഒരു വളരെയധികം വേദനാജനകമായ ഒരു കാര്യമാണ്. അതിന് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തരമായ ഒരു തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് അറിയിക്കും. റോഡരികിൽ വനത്തിന് സമീപം നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം ഒഴുകി ഇടുക്കി ഡാമിലെത്തും. ഇത് ഇടുക്കി ഡാമിലെ വെള്ളം മലിനപ്പെടുത്തും. കടുത്ത വേനലിൽ കുടിവെള്ളമില്ലാതെ വലയുന്ന ജനങ്ങൾ പെരിയാറിനെയും ഇടുക്കി ഡാമിനെയുമാണ് കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത്. വനത്തിൽ മാലിന്യ നിക്ഷേപം ഉണ്ടായിട്ട് വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ജനങ്ങൾക്ക് പകർച്ചവ്യാധി പടർന്നു പിടിക്കും വിധമാണ് മാലിന്യ നിക്ഷേപം തുടരുന്നത്. എന്നിട്ടും ആരോഗ്യവകുപ്പോ കാഞ്ചാർ പഞ്ചായത്തോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.